രാജ്യത്തെ കോടിക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കളെ ബാധിച്ചിരുന്ന 28 ദിവസത്തെ റീചാർജ് സംവിധാനത്തിൽ മാറ്റം വരുന്നു. 30 ദിവസത്തെ വാലിഡിറ്റിയുള്ള പ്ലാനുകൾ അവതരിപ്പിക്കാൻ ടെലികോം മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ഈ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയായത് ആം ആദ്മി MP രാഘവ് ചദ്ദ ഇടപെട്ടതോടെയാണ്. എന്നാൽ രാഘവ് ചദ്ദ വിഷയം അവതരിപ്പിക്കുന്നതിന് മുൻപ് കൊടിക്കുന്നിൽ സുരേഷും പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. ഇതോടെ കൊടിക്കുന്നിൽ സുരേഷ് തന്റെ ഇടപെടൽ ഫലം കണ്ടു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റുമിട്ടു. 28 ദിവസത്തെ പ്ലാനുകൾ കാരണം ഉപഭോക്താക്കൾ വർഷത്തിൽ 13 പ്രാവശ്യം റീചാർജ് ചെയ്യേണ്ടി വന്നിരുന്നു. 30 ദിവസത്തെ പ്ലാനുകൾ വരുന്നതോടെ വർഷത്തിൽ 13-ന് പകരം 12 പ്രാവശ്യം റീചാർജ് ചെയ്താൽ മതിയാകും. 28 ദിവസത്തെ ബില്ലിംഗ് സംവിധാനം വഴി നടന്നുകൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ ചൂഷണത്തിന് ഇതോടെ അവസാനമാകും. 2025 ഡിസംബർ മാസം വിന്റർ സെഷനിലും 2026 മാർച്ച് മാസം ബജറ്റ് സെഷനിലും MP ലോക്സഭയിൽ നടത്തിയ ഇടപെടലിന്റെ തെളിവുകൾ പങ്കുവച്ചായിരുന്നു പോസ്റ്റ്. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാർലമെന്റിൽ ഇടപെടൽ തുടരുമെന്നും ഈ അന്യായ സംവിധാനം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതുവരെ വിഷയം ശക്തമായി ഉന്നയിക്കുമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. നിലവിൽ മിക്ക ടെലികോം കമ്പനികളും 28 ദിവസത്തെ സൈക്കിൾ പിന്തുടരുന്നതിനാൽ ഉപഭോക്താക്കൾ വർഷത്തിൽ 13 തവണ റീചാർജ് ചെയ്യേണ്ടി വന്നിരുന്നു. സാധാരണ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരമാണ് വരുത്തിവെക്കുന്നത്. ഒരേ സേവനങ്ങൾക്ക് കുറഞ്ഞ കാലാവധി നിശ്ചയിച്ച് കൂടുതൽ തുക ഈടാക്കുന്ന രീതി ഉപഭോക്തൃ അവകാശ ലംഘനമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ചൂണ്ടിക്കാട്ടുന്നു. 30 ദിവസത്തെ പ്ലാനുകൾ കൂടുതൽ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കാൻ കമ്പനികൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയത് സാധാരണക്കാർക്ക് വലിയ ഗുണകരമാകും. ലോക്സഭയിൽ താൻ ഉന്നയിച്ച ചോദ്യങ്ങളാണ് ഈ സുപ്രധാന തീരുമാനത്തിന് പിന്നിലെന്നും MP വ്യക്തമാക്കി. 28 ദിവസത്തെ വാലിഡിറ്റി പരോക്ഷമായ അധിക ചാർജിംഗ് ആണോ? ഇന്നും ഇതുമൂലം ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും അദ്ദേഹം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. 2025 ഡിസംബറിലെ വിന്റർ സെഷനിലും 2026 മാർച്ചിലെ ബജറ്റ് സെഷനിലും വിഷയം സജീവമായി ഉന്നയിച്ചിരുന്നുവെന്നും അന്യായമായ ബില്ലിംഗ് രീതികൾ നിയന്ത്രിക്കാൻ ടെലികോം വകുപ്പും ട്രായും സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്നും 30 ദിവസത്തെ യഥാർത്ഥ മാസ വാലിഡിറ്റി പ്ലാനുകൾ നിർബന്ധമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത്. തുടർന്ന് നടത്തിയ ഇടപെടലുകൾക്കൊടുവിലാണ് കമ്പനികൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകാൻ സർക്കാർ തയ്യാറായത്. ഈ മാറ്റം നിലവിൽ വരുന്നതോടെ ഒരു വർഷത്തെ റീചാർജുകളുടെ എണ്ണം 13-ൽ നിന്നും 12 ചുരുങ്ങും. ഇത് വാർഷിക ചെലവ് കുറയാനും പ്ലാനുകളിൽ കൂടുതൽ സുതാര്യതയും സൗകര്യം ഉറപ്പാക്കാനും സഹായിക്കും. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും 28 ദിവസത്തെ ബില്ലിംഗ് സംവിധാനത്തിലൂടെയുള്ള ഉപഭോക്തൃ ചൂഷണം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുവരെ തന്റെ പോരാട്ടം തുടരുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ഉറപ്പു നൽകുന്നു.